ദൈവന പഠനത്തിനായി ദൈവം നമുക്ക് ഒരുക്കി തന്ന വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അൽവിയ കർത്താവിന്റെ ദാസൻ സിംജൻ ജേക്കബ് നമ്മുടെ ദേവാനം സൂക്ഷിക്കാൻ മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി ദൈവത്തിന്റെ സ്തോത്രം. ജോയ്സ് ആൻഡ് റീന ഫ്രം ഭോപ്പാൽ ക്ഷണിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. താങ്ക് യു. ഞങ്ങൾക്ക് ഈ അവസരം തന്ന എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളുഭവിക്കാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്ര നന്മകൾ ഞങ്ങളുഭവിക്കാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ. യോഗ്യത നിന്നുണ്ട്. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ.
താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിനെ സൂക്ഷിക്കുന്ന ഈ കർത്താവിന്റെ ദാസൻ സിഞ്ചൻ ജേക്കബിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തിന് വചനവുമായി നിൽക്കുവാൻ ദൈവത്തിന്റെ ജീവിതത്തിൽ ഒരുക്കിയ വിലേറെ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിശ്ചിതമാക്കിയിരിക്കുന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർമ്മയൊന്ന് പുതുക്കുവാൻ വേണ്ടി 9-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിലെ ചില വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. അനന്യാസ് എന്ന് പറയുന്നതായ ആ ശിഷ്യൻ തന്റെ ലാർജർ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള തന്റെ അവയർനെസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുവാനിടയായിട്ടുണ്ട്. ബിക്കോസ് ഹി വാസ് വെൽ അവെയർ അബൌട്ട് വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദ ചർച്ച് ഓഫ് ജെറുസലേം. രണ്ട്, നമ്മൾ കണ്ടത് ഇൻസിഗ്നിഫിക്കന്റ് ക്യാരക്ടേഴ്സ്. ജൂദയുടെ വീട് അല്ലെ, അതുപോലെ തന്നെ ഒരു മാർത്ത മേരിയുടെ വീട്, അല്ലെങ്കിൽ തോൽക്കൊല്ലനായ ശിമയോന്റെ വീട്, ഇങ്ങനെയുള്ള വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതായ ക്യാരക്ടേഴ്സിന് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ബീങ് അവൈലബിൾ ഫോർ ഹിസ് കിങ്ഡം അജണ്ട ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. നമ്മുടെ പരിമിതികൾ, നമ്മുടെ കൺസ്ട്രെയിൻസ് എല്ലാം അറിയാവുന്നവനായ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്കില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഒരു അവൈലബിലിറ്റി അല്ല, മറിച്ച് നമുക്കുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു അവൈലബിലിറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുന്നെങ്കിൽ നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നും ചില ചിന്തകൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നിന്നും കാണുവാനായിട്ട് പോവുകയാണ്. അതിന്റെ 9-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവൻ ഡെമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെ നാൾ പാർത്തു. ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ 9-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത് ദൈവശബ്ദം കേട്ട അനന്യാസ്. നമ്മളൊന്ന് മനസ്സിലോട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച ചിന്തകളൊന്ന് മനസ്സിൽ വരുവാനിടയായി തീരണം. അനന്യാസ് എന്ന് പറയുന്നതായ ഈ ശിഷ്യൻ ദമസ്കസിൽ അവൻ ഒരു ഭക്തനായ യഹൂദനായിരുന്നു. യഹൂദ മതത്തിൽ നിന്നും യഹൂദ അല്ലെങ്കിൽ ആ കൾച്ചറിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ് വളരെ ഡിവോട്ടഡ് ആയിട്ടുള്ളതായ ഒരു വ്യക്തിയായിരുന്നു അനന്യാസ് എന്ന് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ തന്റെ അനുഭവ സാക്ഷ്യം വീണ്ടും പറയുന്ന സമയത്ത് അനന്യാസിനെ കുറിച്ച് റെഫറൻസ് ഉണ്ട്. പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 22-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. മതി. അപ്പോൾ അവിടെ കാണുന്നത് യഹൂദന്മാരുടെ നിയമപ്രകാരം വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെ ഭക്തിയോട് ജീവിക്കുന്ന ഒരു യഹൂദനായിരുന്നു അനന്യാസ്. അപ്പൊ അനന്യാസ് തന്റെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ അറിയുകയും യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായി മാറുകയും ചെയ്ത അനന്യാസ്, എല്ലാവരാലും നല്ല സാക്ഷ്യം കൊണ്ടതായ അനന്യാസ്, ഇങ്ങനെ വളരെ മാന്യനായി ദൈവസന്നിധിയിൽ വളരെ ടെസ്റ്റ്മണിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അനന്യാസ് എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ജീവിക്കുന്ന ബൈ ഓൾ ദ ജ്യൂസ് ലിവിംഗ് there he was highly respected. അപ്പോൾ അനന്യാസിനെ കുറിച്ച് പരിശുദ്ധ 9-ാം അധ്യായത്തിൽ എഴുതുന്നത്
അവൻ ഒരു ശിഷ്യനായിരുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത്. 10ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാമോ? 9ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസ് എന്ന് വിളിച്ചു. കർത്താവ് വിളി കേട്ടു. മതി. അപ്പോൾ അനന്യാസ് എന്ന് പറയുന്നതായ യഹൂദനായ ഈ വ്യക്തി വളരെ ഭക്തിയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി മാറിയ ശേഷം ഡെമസ്കസിൽ ഇരിക്കുകയാണ്. ഹി ഈസ് ലിവിംഗ് ഇൻ ഡെമസ്കസ്. പക്ഷെ ഡെമസ്കസിലുള്ള ഈ ശിഷ്യനെ കുറിച്ച് പൗലോസ് പിന്നീട് പറയുന്നത് അവൻ എന്തായിരുന്നു? വളരെ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്നെ വളരെയധികം ചലഞ്ച് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. നമ്മളെ കുറിച്ചുള്ള ആളുകളുടെ സാക്ഷ്യം എന്താണ്? നമ്മളെ കുറിച്ചുള്ള ആളുകളുടെ സാക്ഷ്യം എന്താണ്? വാട്ട് പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് അസ്. ഇവിടെ പൗലോസ് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അനന്യാസിനെ തന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ മുഖാന്തരമായി തീർന്നതായ ഒരു വ്യക്തിയാണ് അനന്യാസ് എന്ന് വീണ്ടും രാജാക്കന്മാരുടെ മുമ്പിലും അല്ലെങ്കിൽ താൻ പോകുന്ന സ്ഥലത്തെല്ലാം പറയുവാനായിട്ട് തനിക്ക് യാതൊരു മടിയും ആർക്കുണ്ടായിരുന്നില്ല, പൗലോസിനുണ്ടായിരുന്നില്ല. പൗലോസിന്റെ പൊസിഷനിങ് വളരെയധികം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും തന്നെ വിശ്വാസത്തിലോട്ട് കൊണ്ടുവന്ന മെന്ററെ കുറിച്ച് പറയുവാനായിട്ട് ശൗല് വളരെയധികം he tried his best to position Ananias as his mentor. ആ ഒരു പാഠത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. 22ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ അവിടെ വരുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ചിന്ത ഇതാണ്. അനനിയാസ് എന്ന് പറയുന്നതായ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ ശിഷ്യനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതായ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. എന്താണ്? ബൈ ഓൾ ദ ജ്യൂസ് ലിവിംഗ് ദർ. അവിടെയുള്ള എല്ലാ യഹൂദന്മാരാലും, ഒരുപക്ഷെ അവർ ക്രിസ്ത്യാനികളല്ലായിരിക്കാം, ക്രിസ്ത്യാനികളായിരിക്കാം, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവരുടെ മധ്യത്തിൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു അനന്യാസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെ കുറിച്ചുള്ള ലോകത്തിന്റെ സാക്ഷ്യം എന്താണ്? ഒരു ഭക്തനെ കുറിച്ചുള്ള ലോകത്തിന്റെ സാക്ഷ്യം എന്താണ്? ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ us to have a great testimony among people who believe. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന ആളുകളുടെ മധ്യത്തിൽ ഒരു കളങ്കമറ്റ, നിഷ്കളങ്കമായ, ട്രാൻസ്പെറന്റ് ആയ, സുതാര്യതയുള്ള ഒരു സാക്ഷ്യം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സാക്ഷ്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നതായ ഒരു അവസരത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. ഐ തിങ്ക് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതായത് ലോകത്തിൽ ക്രിസ്തുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് ഐ ഹാവ് നോട്ട് ഫൗണ്ട് എനി ക്രിസ്ത്യൻ ലൈക്ക് ദാറ്റ്. ഞാൻ ഇതുവരെയും അതുപോലെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ ഞാൻ കണ്ടെത്തിയിട്ടില്ല. ദാറ്റ് ഇസ് എ ചലഞ്ച് അല്ലെ? ഷണ്ണൻ ഫിലിപ്പോസിനോട് ചോദിച്ചപ്പോൾ നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു, വേർ ഈസ് ദ ഫിലിപ്പ് ഓഫ് ദിസ് ജനറേഷൻ? ഇതുപോലെ വ്യാഖ്യാനിച്ചു തരുവാൻ കഴിയുന്ന ഒരു ഫിലിപ്പോസ് എവിടെയുണ്ട്? ഇതും ശൗല് പറയുകയാണ്, എന്റെ മാനസാന്തരത്തിന് കാരണമായി തീർന്ന ഒരു വ്യക്തിയാണ് അനന്യാസ്. പക്ഷെ അനന്യാസിനെ കുറിച്ച് എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത്, അനന്യാസ് ഭക്തിയുള്ള ഒരു യഹൂദനായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായി നിൽക്കുമ്പോൾ, he was highly respected among the Jews. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മെക്കുറിച്ചുള്ള സാക്ഷ്യം നഷ്ടപ്പെടുവാൻ നമ്മൾ അനുവദിക്കരുത്. ഞാൻ ഈ സാക്ഷ്യം എന്ന് പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് തിന്മ പറയുവാനായിട്ട് ശത്രു ഒരുപക്ഷെ അവസരങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. അങ്ങനെ അവർ അവസരങ്ങൾ ഉണ്ടാക്കിയാലും അവർ വായിൽ നിന്ന് പറയുന്നതായ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ ഉള്ളിൽ ഒരു കൺവിക്ഷൻ ഉണ്ട്, ഇദ്ദേഹം ഒരു നീതിമാനായ വ്യക്തിയാണ്. കാരണം ദാനിയേലിന്റെ ജീവിതത്തിലോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, ദാനിയേലിനെ കുറിച്ച് അവിടെയുള്ള ബാബേൽ രാജ്യത്തിലെ അവിടെയുള്ളതായ പ്രഭുക്കന്മാരും തന്റെ കൊളീഗ്സും പറഞ്ഞതായ ഒരു വാക്യം ഇതാണ്, ഇവനെ കുറിച്ച് യാതൊരു കുറ്റവും കണ്ടുപിടിക്കുവാനായിട്ടില്ല അല്ലെ? അതുകൊണ്ടാണ് അവർ ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ട് രാജാവിന്റെ അടുക്കൽ വരുവാനായിട്ട് കാരണം. അല്ലെങ്കിൽ ഇവന്റെ വചനം സംബന്ധമായിട്ടോ അല്ലെങ്കിൽ
ഈ ന്യായപ്രമാണ സംബന്ധമായിട്ട് ഒന്നും അവനിൽ കണ്ടുപിടിക്കുവാൻ സാധിച്ചില്ല എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. ദാനിയേലിന്റെ പ്രവചനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാമോ? 4-5 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. നിങ്ങളെ പറഞ്ഞത് ശ്രദ്ധിച്ചോ? അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവരിൽ ഒരു തെറ്റും കുറ്റവും കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, അവൻ കുറ്റമില്ലാത്തവനാണെന്ന് എങ്ങനെ അവർക്ക് മനസ്സിലായി? അവർക്ക് മനസ്സിലാക്കുവാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് അവൻ എന്തായിരുന്നു? വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നമ്മെക്കുറിച്ചുള്ള ലോകത്തിന്റെ സാക്ഷ്യം എന്താണ്? നമ്മെക്കുറിച്ച് ലോകത്തിനെ നമ്മെ വിശ്വസ്തൻ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരുപക്ഷെ പ്രാസംഗികരായിരിക്കാം, ഒരുപക്ഷെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് മുഖാന്തരം അറിയപ്പെടാനല്ല ദൈവം അവിടെ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഫ്രൂട്ട് മുഖാന്തരം അറിയപ്പെടുവാനാണ്. You should be known by your fruit, not by your gift. വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇന്ന് നമുക്കുള്ള പ്രവണത എന്ന് പറയുന്നത് നമ്മളെ ഗിഫ്റ്റ് മുഖാന്തരം അറിയണമെന്നുള്ളതാണ്. പക്ഷെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഗിഫ്റ്റ് മുഖാന്തരം അറിയണമെന്നല്ല, നമ്മൾ എന്ത് മുഖാന്തരം അറിയണം? നമ്മളെ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. വൃക്ഷത്തെ ഗിഫ്റ്റ് കൊണ്ട് തിരിച്ചറിയാമെന്നല്ല, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നമുക്ക് നമ്മിൽ നിന്നുള്ള ഫലം ഈ ദിവസങ്ങളിൽ എന്താണ്? ഞാനിങ്ങനെ ഒരു ദേവദാസ, ഐ തിങ്ക് പാസ്റ്റർ ബാബു ചെറിയനാണെന്ന് തോന്നുന്നു, പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, വലിയ പ്രവാചകനൊക്കെയാ, പക്ഷേ ആളെ വിശ്വസിക്കാൻ കൊള്ളാമോ? എന്തോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ? വലിയ പ്രാസംഗികനാണ്, ആളുകളെ ഇരുത്തത്തക്ക രീതിയിലുള്ളതായ ഒരു വാക്ചാതുര്യമുള്ള മനുഷ്യനാണ്. ദാറ്റ്സ് അതവിടെ നിൽക്കട്ടെ, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളാമോ? ശൂന്യംകാരത്തിൽ ഏലീശയെ കണ്ടുകൊണ്ട് പറഞ്ഞതായ ഒരു കാര്യം, ഈ വഴിയായി കടന്നു പോകുന്നതായ ഇദ്ദേഹം ഒരു ദൈവ പുരുഷനാണെന്ന് ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇദ്ദേഹം ആരാണെന്ന് കാണുന്നു? ഒരു ദൈവ പുരുഷനാണെന്ന് ഞാൻ കാണുന്നു. അപ്പോൾ when the world is observing us, we need to be extra careful to have that testimony, because that will endorse your ministry. ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാരണം, പറയുവാനായിട്ടുള്ള കാരണം മറ്റൊന്നാണ്. ഈ പൗലോസിന്റെ അടുത്ത്, ശൗലിന്റെ അടുത്ത് അനന്യാസ് വന്നപ്പോൾ തന്നെ ശൗലിന് മനസ്സിലായി, ഇത് ഒരു ചുമ്മാ ഒരു നടക്കുന്നതായ ഒരു സംഭവമല്ല, ഇതിന് പിന്നിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ കാരണം, God has chosen a highly respected person, a person with great testimony for his ministry. Hallelujah. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ രഹസ്യ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ സഭാജീവിതത്തിൽ നീ നിർമ്മലമായ ഒരു സാക്ഷ്യം സൂക്ഷിക്കുന്നവനാണെങ്കിൽ നിന്നെ കൊണ്ട് ശൗലിനെ മാനസാന്തരത്തിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള ശുശ്രൂഷകൾ ചെയ്യിക്കുവാൻ ദൈവത്തിന് സാധിക്കും. പക്ഷേ the question tonight is, are we trying to be known by our gift or by the fruit? അല്ലെ? ശൂന്യംകാരത്തി പറഞ്ഞെന്താ? ഈ വഴിയായിട്ട് കടന്നു പോകുന്നതായ ഇദ്ദേഹം ഞാനൊരു ദൈവ പുരുഷനാണെന്ന് കാണുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ? നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി 2 രാജാക്കന്മാരുടെ പുസ്തകം. അല്ലാതെ ഒരു പ്രവാചകനാണെന്നും കാണുന്നു എന്നല്ല പറഞ്ഞത്, ആണോ? അല്ല, പ്രവാചകൻ എന്നുള്ളത്
ഏലീശയ്ക്ക് ദൈവം കൊടുത്ത റോളാണ്, കോളിംഗ് ആണ്, ഗിഫ്റ്റാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലല്ല ശൂലേംകാരത്തി അവളെ വിലയിരുത്തിയത്. എന്താണ് ശൂലേംകാരത്തിക്ക് അവനെ വിലയിരുത്തുവാൻ കിട്ടിയ അവസരം? ഒരു പക്ഷെ അവന്റെ പ്രസംഗം കേട്ട് കാണാം, പ്രൊഫസി കേട്ട് കാണാം, അതൊന്നുമല്ല. അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, അവിടെ വരുമ്പോൾ കൂടെ പോകുമ്പോൾ ഇവൻ അവരുടെ വീട്ടിൽ എന്തിനു പോകാറുണ്ട്? ഭക്ഷണത്തിന് പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ ശൂന്യകാരിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യാൻ കിട്ടിയ അവസരം ഈ വ്യക്തിക്ക് താൻ കൊടുത്തതായ ഭക്ഷണം, അല്ലെങ്കിൽ അത് വിളമ്പിക്കൊടുക്കുമ്പോൾ ഉണ്ടായതായ അനുഭവം, അല്ലെങ്കിൽ that time she came to a conclusion that he is a man of God. Oh, praise the Lord. Hallelujah. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ലോകത്തിന് നമ്മെ വിലയിരുത്താൻ ഒരു ടെസ്റ്റിമണി എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് വലിയ കാലഘട്ടത്തിന്റെ ആവശ്യമില്ല. വൺ സ്മോൾ ഇന്ററാക്ഷൻ ഇസ് മോർ ദാൻ ഇനഫ് ഫോർ ദ പീപ്പിൾ അറൌണ്ട് യു ടു കം ടു എ കൺക്ലൂഷൻ അബൌട്ട് യു. ഹല്ലേലൂയ. നീ ഓഫീസിൽ എങ്ങനെയാണ് നിന്റെ സമയം ചെലവഴിക്കുന്നത്? നീ എങ്ങനെയാണ് നിന്റെ ബോസിനോട് ഇടപെടുന്നത്? നീ എങ്ങനെയാണ് നിന്റെ കൊളീഗ്സിനോട് ഇടപെടുന്നത്? നീ എങ്ങനെയാണ് നിന്റെ കൂട്ടു സഹോദരങ്ങളോട് ഇടപെടുന്നത്? ഹൗ യു ആർ റിയാക്ടിങ് ടു യുവർ ചിൽഡ്രൻ, ഹൗ യു ആർ റിയാക്ടിങ് ടു യുവർ ഹസ്ബൻഡ്, ഹൗ യു ആർ റിയാക്ടിങ് ടു യുവർ വൈഫ്, how you are dealing with your pastor, how are you dealing with your co-brother. ഇതെല്ലാം നമ്മെ നോക്കുന്നതായ ഒരു സമൂഹമുണ്ട്, നമ്മെ നോക്കുന്നതായ ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ മധ്യത്തിൽ നമുക്കൊരു ടെസ്റ്റിമണി ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് രാത്രി കാലം എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം. ഡു വി ഹാവ് എ ടെസ്റ്റിമണി? ഇവിടെ ദാനിയേലിനെ കുറിച്ച് പറയുകയാണ്. ദാനിയേലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു, അല്ലേ? ഞങ്ങൾ അന്വേഷിച്ചു. We could not find corruption in him. Oh, praise the Lord. നാലാം വാക്യം ഒന്നുകൂടി വായിച്ചേ ആന്റി. നാലാം വാക്യം. ഒരു കാരണവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. Praise the Lord. ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. What a great testimony it is. അത് തന്നെയാണ് അനന്യാസിനെ കുറിച്ച് പൗലോസ് പിന്നീട് പറയുന്നത്. This man was highly respected by all the Jews living there. Praise the Lord. മുന്നോട്ട് പോകാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ അനന്യാസ് ദൈവശബ്ദം കേൾക്കുന്നവൻ മാത്രമല്ല, ഒരു ഡിവോട്ടഡ് ഡിസൈപ്പിൾ മാത്രമല്ല, അല്ലേ? ദൈവവുമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തി മാത്രമല്ല, അദ്ദേഹം സമൂഹത്തിൽ വളരെ സാക്ഷ്യമുള്ളവനായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി സിമ്പിൾ ബട്ട് വെരി പ്രൊഫൗണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്ന ടെസ്റ്റിമണി, ദൈവം നമുക്ക് തന്ന സാക്ഷ്യം, അതാണ് ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നതായ ഒരു സാക്ഷ്യമുണ്ടല്ലോ സാത്താന്റെ മുമ്പിൽ, അല്ലെ? എന്താ പറയുന്നത്? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ആരുമില്ലല്ലോ, ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നാണ് ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ആരുമില്ലല്ലോ. വാട്ട് എ ഗ്രേറ്റ് ടെസ്റ്റിമണി. അപ്പൊ നമ്മെക്കുറിച്ച് ലോകത്തിന് ഒരു ടെസ്റ്റിമണി ഉണ്ട്, നമ്മെക്കുറിച്ച് കുടുംബത്തിന് ഒരു ടെസ്റ്റിമണി ഉണ്ട്, നമ്മെക്കുറിച്ച് ദൈവത്തിനും ഒരു ടെസ്റ്റിമണി ഉണ്ട്. അതെല്ലാം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ളവരെ, ആ ക്രെഡിബിലിറ്റിയാണ് ദൈവം മിനിസ്ട്രിയിൽ ഇവിടെ നോക്കുവാനായിട്ട്. അല്ലാതെ നമ്മുടെ യോഗ്യതയോ അല്ലാതെ നമ്മുടേതായ കഴിവോ ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മൾ വിശ്വസ്തരാണോ എന്നുള്ളത്. ആർ വി ഫെയ്ത്ത്ഫുൾ ടു ഹിസ് കോളിംഗ്? നൗ come back to Acts chapter 9. അതിന്റെ 17ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു. ഏത് വീട്ടിൽ ചെന്നു? യൂദയുടെ വീട്ടിൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഡിറക്ഷന്
ഒരു ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആണ് നമ്മൾ അനന്യാസിൽ നിന്നും കാണുന്നത്. ആ 15-16 വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു അർജൻസി അവിടെ കാണുകയാണ്, ഒരു അർജൻസി. റൈറ്റ്? ദെൻ അനന്യാസ് വെന്റ് ടു ദ ഹൗസ് ആൻഡ് entered. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് നമ്മുടെ ക്രിസ്തീയത, അല്ലെ? വചനം നമ്മൾ കേൾക്കുന്നു, വചനത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള വാക്യം അവിടെ എഴുതിയില്ലെങ്കിലും 17-ാം വാക്യത്തിൽ then Ananias went to the house of the Judah. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു 2-3 ദിവസം കാത്തിരുന്ന ശേഷമാണോ അനന്യാസ് പോയത്? അല്ല. അനന്യാസ് ഉടനെ തന്നെ പുറപ്പെട്ടു. അനന്യാസ് ഈ കേട്ടത് ദൈവശബ്ദമാണോ, ഈ വ്യക്തിയെ കുറിച്ചൊരു അന്വേഷിക്കുവാനോ, അവന്റെ മാനസാന്തരം ശരിയാണോ, യൂദയുടെ വീട് അവിടെ ഉണ്ടോ എന്നൊന്നും അന്വേഷിക്കാനൊന്നും അനന്യാസ് മുതിർന്നതായി ദൈവവചനത്തിൽ നമ്മൾ കാണുന്നില്ല. Implicit obedience means absolute trust. Let me repeat that. Implicit obedience will be only followed by the absolute trust. ദൈവത്തെ absolute ആയിട്ട് ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇംപ്ലിസിറ്റ് ആയിട്ട് അവന് ഒബേ ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ. പലപ്പോഴും നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയമില്ലാത്തതാണ്. Obedience and trust is linked. Obedience and trust is linked. നമ്മൾ വിചാരിക്കും ഒബീഡിയൻസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കൺവിക്ഷൻ മാത്രമല്ല. എന്താണ് ഒബീഡിയൻസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്? ട്രസ്റ്റ്. ആരിൽ? ആ പറഞ്ഞ വ്യക്തിയിൽ. തന്നെ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് മനസ്സിലാക്കുവാൻ ഉള്ളതായ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ആ കൺവിക്ഷനിൽ നിന്നും അടുത്തു വരുന്നതായ നമ്മുടെ പോസ്ചർ ഓഫ് അവർ ഹാർട്ട് ഈസ് ദ ട്രസ്റ്റ്. അതുകൊണ്ടാണ് പൗലോസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ നോ ഹിം. അവൻ ചുമ്മാ വാക്ക് പറയുന്നവനല്ല. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, റൈറ്റ്? എന്റെ യേശു വാക്കുമാറാത്തവൻ. അതൊക്കെ പാടുവാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അവനെ ഇംപ്ലിസിറ്റ് ആയിട്ട് ഒബേ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? ചോദ്യം ചെയ്യാതെ, അല്ലെ? നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ സഹായിക്കും. ദുഃഖത്തിന്റെ പാനപാത്രം എന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങി കുടിക്കും. അപ്പോൾ അവിടെയെല്ലാം കാണുന്നത് ഒരു ആബ്സല്യൂട്ട് ട്രസ്റ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്നു, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ ആ കുഞ്ഞ് നമ്മളോട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ആ കുഞ്ഞിനെ നമ്മെ എന്ത് ചെയ്യാണ്? ട്രസ്റ്റ്. ആ കുഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രസ്റ്റ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ആർ യു ഏബിൾ ടു ട്രസ്റ്റ് ഗോഡ്? ഇവിടെ അനന്യാസ് ഒരു വെറ്റിംഗ് പ്രോസസ് ഒന്നും ചെയ്തില്ല. ഇത് ഞാൻ കേട്ടത് ദൈവശബ്ദമാണോ, എടുത്തു ചാടാതെ ഞാൻ ഒരു 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് പിന്നീട് ഒരു പ്രവാചകനെ വിളിച്ച് അത് കൺഫേം ചെയ്ത് ഒന്നുമല്ല അനന്യാസ് പോയത്. ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ദൈവശബ്ദം കേൾക്കാൻ മാത്രം നമ്മൾ ഒരുങ്ങിയിരുന്നാൽ പോരാ, ദൈവശബ്ദം നമ്മളോട് പറയുന്നത് കേൾക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ ഇരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കാത്തത്. കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞു 2 പുത്രന്മാരുടെ കാര്യം പറഞ്ഞു, റൈറ്റ്? മൂത്തവനോട് പറഞ്ഞു പോകാനായിട്ട് വയലിലേക്ക് പോകാൻ പറഞ്ഞു. മൂത്തവൻ പോകാമെന്ന് പറഞ്ഞു, പക്ഷെ എന്ത് ചെയ്തില്ല? പോയില്ല. രണ്ടാമത്തവൻ പോകയില്ല എന്ന് പറഞ്ഞു, പക്ഷെ ലേറ്റർ ഹി റിപ്പന്റഡ് ആൻഡ് ദെൻ ഹി വെന്റ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പലപ്പോഴും ദൈവശബ്ദം നമ്മൾ കേൾക്കാത്തതിന്റെ കാരണം ദൈവത്തിനറിയാം ഇവൻ കേൾക്കുക മാത്രമേ ഉള്ളൂ, എന്തോ ചെയ്യത്തില്ല,
അനുസരിക്കത്തില്ല. അപ്പോൾ അനുസരിക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഇരിക്കുവാനായിട്ട്. അല്ലാതെ ഒരു ഇൻഫർമേഷന് വേണ്ടി ദൈവം വേണ്ടി സംസാരിച്ചോ, അതെന്റെ ബയോഡാറ്റയിൽ എഴുതി വെക്കാം, ദൈവം എന്നോട് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് ബയോഡാറ്റയിൽ എഴുതുവാനും അത് മുഖാന്തരമായി മിനിസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനൊന്നും അല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അനുസരിക്കാനാണ്. വെരി സിമ്പിൾ. ഞാൻ പലപ്പോഴും കർത്താവിന്റെ ദാസൻ ഫ്രാൻസിസ് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ റൂം ഒന്ന് യു ഹാവ് ടു ക്ലീൻ യുവർ റൂം എന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്, അല്ലെങ്കിൽ ഒരു ആജ്ഞ എന്ന രീതിയിൽ പറഞ്ഞു. യു നോ വാട്ട് ഷി ഡിഡ്? ഇത് ആൻ എക്സാമ്പിൾ, ഓക്കെ, ഇറ്റ്സ് നോട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ്, മകൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഡാഡി thank you for telling me that. I'm so grateful. So what did you do? I learned that statement in Greek, English and all different languages. Then that's all. But I didn't clean the room yet. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? അപ്പൊ പറഞ്ഞതായ തന്റെ പിതാവിന്റെ സ്റ്റേറ്റ്മെന്റ് പല ഭാഷകളിൽ പഠിച്ചതുകൊണ്ടും ആ വാചകത്തിന്റെ ഘടന ഡൈസെക്ട് ചെയ്തത് കൊണ്ടൊന്നും കാര്യമായില്ല. അതിന്റെ അർത്ഥം സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ്, ഗോ ആൻഡ് ക്ലീൻ ദ റൂം. ദാറ്റ്സ് ഓൾ. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. ദാറ്റ്സ് ഓൾ. ഇവിടെ അനനിയാസിനോട് പറഞ്ഞു, നീ യൂദയുടെ വീട്ടിലോട്ട് പോകാം. ദാറ്റ്സ് ഓൾ. യു ഗോ നൗ. അല്ല, അത് കേട്ട് അതിനെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കാനോ അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതുവാനോ ഒന്നും അല്ല കർത്താവ് സംസാരിച്ചു. കർത്താവ് സംസാരിച്ചതിനർത്ഥം ജസ്റ്റ് സിംപ്ലി ഒബേ ഹിം. ചോദ്യം ചെയ്യാതെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അവൻ ഒബേ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനുസരിച്ചു തുടങ്ങുമ്പോൾ, listen to me very carefully, when we start obeying like that, God will continue to speak to you. അതാണ് ആദിമസഭയുടെ ആദിമ ദിനങ്ങളിൽ നടന്നതായ സംഭവം എന്ന് പറയുന്നത്. പത്രോസിനോട് ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞു. എഴുന്നേറ്റു, എന്നോടുകൂടെ വരിക എന്ന് പറഞ്ഞു. വന്നു, കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ശൗലിനോട് ദൈവം പറഞ്ഞു, മക്കെദോനിയയിലേക്ക് പോകാൻ പറഞ്ഞു. ഒരു സമയത്ത് ആശയിലേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കി. ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കുവാൻ പറഞ്ഞു. നടന്നു. Everywhere we are seeing implicit obedience, nothing else. ഈ ദിവസങ്ങൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെയുള്ളൂ. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും ശക്തമായ ആപ്തവാക്യം എന്ന് പറയുന്നത്, You lead, I follow, Lord. That's all. കർത്താവേ, നീ എന്നെ നയിച്ചാലും ഞാനിത് അതിനെ അനുഗമിക്കുന്നു. നമ്മള് വളരെ അനുതാപത്തോടും വളരെ സമർപ്പണത്തോടും കൂടി പാടുന്ന ഒരു പാട്ടാണല്ലോ I will follow you. അല്ലെ? I will follow. No turning back. No turning back. കർത്താവെ, ഞാൻ നിന്നെ എന്ത് ചെയ്യാം? അനുഗമിക്കാം. കർത്താവ്, ക്രൂശ് എന്റെ പിന്നിൽ, ലോകം എന്റെ പിമ്പിലായിക്കൊള്ളട്ടെ. കർത്താവ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. I have decided to follow you, God. I have decided to follow you. No turning back. അതിന്റെ അർത്ഥം ഒരു പ്രാവശ്യം നടന്നതായ ഒരു ഇൻസിഡന്റ് അല്ല. പലപ്പോഴും ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു പരാജയം, ഞാൻ എന്നെയും പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ടാണ് പറയുന്നത്, രക്ഷിക്കപ്പെട്ട സമയത്തുള്ള ഒരു അനുസരണം മതി എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നോ 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 നോ. അനുസരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനുസരിക്കുന്നവനായിരിക്കും. ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്. രക്ഷിക്കപ്പെട്ട അന്ന് നമ്മൾ അവന്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ചു, ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. കർത്താവ് പറഞ്ഞു, നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് എന്ത് ചെയ്യണം?
എന്നെ അനുഗമിക്കണം, നാൾതോറും എന്നെ അനുഗമിക്കണം. അപ്പോൾ പത്രോസ് ചോദിച്ചു, കർത്താവ്, ഒരിക്കൽ ഞാൻ നിന്നെ അനുഗമിച്ചു, വലയും ഞങ്ങൾക്കുള്ള പടകും വിട്ട് അനുഗമിച്ചു, അത് പോരെ? Now can we not settle? No. We cannot continue obeying him. ഇവിടെ കാണുന്നത് Ananias went to that house. Implicit obedience that need absolute trust. Hallelujah. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, are we able to implicitly obey him? വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ഇതിൽ പഠിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും പഠിക്കുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവാനാണ് എനിക്ക് താല്പര്യമായിട്ടുള്ളത്. നീഡ് ആബ്സല്യൂട്ട് ട്രസ്റ്റ്. ഈ ദിവസങ്ങളിൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവ് നമുക്ക് പറയാൻ, കർത്താവ് നീ എന്നോട് സംസാരിക്കണമേ. ലോകത്തിന് അല്പത്തരമെന്ന് തോന്നുന്ന, ലോകത്തിന് ഫൂളിഷ്നെസ് എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ പോലും നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറയാനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ? Or do you need to validate that from a social perspective? Or do you need to validate that from a data perspective? ഒക്കെ നമുക്ക് ഒന്ന് വാലിഡേറ്റ് ചെയ്തിട്ടാണോ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുന്നത്? അതോ അവന്റെ വിളി കേട്ട് അവൻ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അവൻ ഇങ്ങോട്ട് വരുവാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇതാണ് എൻ്റെ ജീവിതമെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യുവാൻ പറ്റുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് 17-ാമത്തെ വാക്യം വീണ്ടും ഒന്ന് വായിക്കാമോ? അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. അപ്പോൾ അനന്യാസ് ആദ്യമായിട്ടാണ് ശൗലിനെ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ മാനസാന്തരം വാലിഡേറ്റ് ചെയ്യാനൊന്നും അനന്യാസ് ശ്രമിച്ചില്ല. അനന്യാസ് തന്നെ വിളിക്കുന്നതായ വിളി, ആ വിളിയിൽ ഒരു മാന്യതയുണ്ട്, ആ വിളിയിൽ ഒരു മെസ്സേജ് ഉണ്ട്, ആ വിളിയിൽ ഒരു ദൗത്യ നിർവഹണത്തിനുള്ള ഒരു ആഹ്വാനമുണ്ട്. ഹല്ലേലൂയ. പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട് 22-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 22-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വാക്യം പാരലലായിട്ട് നമ്മൾ ഇത് രണ്ടും ഒന്ന് കൊണ്ടുപോവുകയാണ്. 13-ാമത്തെ വാക്യം. He stood beside me and said, Brother Saul. സഹോദരനായ ശൗലേ, കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ച് അവനെ കണ്ടു. അപ്പൊ ബ്രദർ ഷൗൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അനന്യാസ് ശൗലിനെ തന്റെ കുടുംബത്തിലെ അംഗമായി മാറ്റി കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ആ വിളിയിൽ ഒരു ക്രിസ്തീയ സ്നേഹം, ആ വിളിയിൽ ഒരു അംഗീകാരം, ആ വിളിയിൽ നീ എന്നോടൊപ്പം ക്രിസ്തുവിൽ ഒരു സഹോദരൻ എന്നുള്ളതായ പദവി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് അനന്യാസ് ദൈവത്തെ വിശ്വസിച്ചു. അനന്യാസ് ദൈവത്തെ വിശ്വസിച്ചു. കാരണം അനന്യാസിനോട് ദൈവം പറഞ്ഞു, അവന്റെ രക്ഷയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. നീ വാലിഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഈസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. Already is in the kingdom of God. Hallelujah. കാരണം അത് പിന്നീട് അനന്യാസ് പറയുന്നുണ്ട്, നിനക്ക് പ്രത്യക്ഷനായ യേശു തന്നെയാണ് എന്നെയും അയച്ചത്. അതാണ് എൻ്റെ അടുത്ത ചിന്ത. സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ
ദൈവസഭയിൽ ഇത്രമാത്രം ഉപദ്രവിച്ച, മനസ്സിലാക്കണം, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്, ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിയാണ് ആര്? ശൗൽ. ഈ ശൗലിനെ എത്ര റെസ്പെക്ടോടുകൂടിയാണ് അനന്യാസ് അഭിസംബോധന ചെയ്യുന്നത്. സഹോദര ശൗലേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ, നമ്മളൊരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുമ്പോൾ, അവിടെയെല്ലാം വി ആർ പാസിംഗ് എ മെസ്സേജ്. എനിക്ക് രസകരമാണെങ്കിലും ഓർമ്മ വരുന്നതായ ഒരു അനുഭവമുണ്ട്. ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്താണെന്ന് തോന്നുന്നു, ഞാൻ എൻ്റെ ഒരു കൊളീഗിനെ, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അല്ല, സോറി, ആ സ്ഥലം അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരു മീറ്റിങ്ങിലോട്ട് കൊണ്ടുവരുവാണ്ടിയായത്. അന്ന് മീറ്റിങ്ങിലോട്ട് കൊണ്ടുവന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കുവാനും ഇവനെ ആ പ്രിയ മകനെ ഒന്ന് ഉറപ്പിക്കുവാനും എല്ലാമാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഇരുന്ന ഒരു അങ്കിളിനെ ഞാൻ പുള്ളി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അങ്കിള് ചോദിച്ചു, എന്താ മോന്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് എഫ്രൈം എന്നാണ്. എഫ്രൈം. അങ്കിൾ അത്രയും വിചാരിച്ച് പറഞ്ഞതായിരിക്കത്തില്ല, പക്ഷെ ഉടനെ തന്നെ ആ പ്രിയ അങ്കിളിന്റെ വായിൽ നിന്നും വന്ന വാചകം ഇങ്ങനെയാണ്, ഓ എഫ്രൈം. എഫ്രൈം എന്ന് പറഞ്ഞാൽ മറിച്ചിടാത്ത ദോശ. ഇത് കേട്ടപ്പോഴേ ഇവന്റെ മുഖം മാറുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ എനിക്കറിയാം അവിടെ നടക്കുന്ന ഡിസ്ട്രക്ഷൻ, അവന്റെ മനസ്സങ്ങ് ഇടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. വലിയ ഇത് അങ്കിൾ, ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഹി ഡിഡ് ഇന്റൻഷനലി. ഓക്കെ, പുള്ളി ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു തമാശ രൂപേണ പറഞ്ഞതാണ്. അതിൽ വലിയ ഗൗരവം അദ്ദേഹം കൊടുത്തിട്ടില്ല. പക്ഷേ when he heard that, immediately got a message that, oh, I'm not equal to that person. I'm not included here. I'm not received here. I don't belong to that place. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആ സ്നേഹനിർഭരമായ അനന്യാസിന്റെ വിളി കേട്ടപ്പോഴേ ശൗലിന് മനസ്സിലായി, I am received, I am accepted. Oh, praise the Lord. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും നമ്മിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നതിന്റെ കാരണം we are not ready to accept them. ഞാൻ ഡോക്ട്രിനൽ ഡീവിയേഷൻ കൊണ്ടുവരണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ we have to accept them. We have to include them. നമ്മൾ ആദ്യമായി രക്ഷിക്കപ്പെട്ടു വരുന്നതായ ഒരു വ്യക്തിയെ, ഒരു സഹോദരനെ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നതായ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? Are we passing a message of construction, an encouragement? പലപ്പോഴും എനിക്ക് വളരെ കാഷ്വൽ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളുകളെ അഡ്രസ് ചെയ്യുന്നതിൽ വളരെ കാഷ്വൽ ആയിട്ട് പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. പിന്നീട് പലപ്പോഴും എനിക്ക് അതൊരു കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ഫ്രം മൈ പെർസ്പെക്ടീവ്. എനിക്ക് പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്, അത് കുറച്ചുകൂടി ബഹുമാനത്തോടുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻക്ലൂസീവ്നെസ്സോടുകൂടി എനിക്ക് അഡ്രസ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ പല സന്ദർഭങ്ങളുണ്ട്. So we can be casual. I'm not saying that നമ്മൾ മസിൽ പിടിച്ച് എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി ആയിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ at the same time, let us not lose the sanctity of that personality. ആ വ്യക്തിയെക്കുറിച്ചുള്ള ബഹുമാനം അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ളതായ നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം വരുവാൻ വേണ്ടി പൗലോസ് പറഞ്ഞു, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എണ്ണണം. നമ്മേക്കാൾ കുറഞ്ഞവനായിട്ടോ നമ്മെ ഒപ്പമാണെന്നല്ല പറഞ്ഞത്, നമ്മേക്കാൾ ശ്രേഷ്ഠരായിട്ട് എണ്ണണം. ദാറ്റ്സ് വെരി ടഫ്. നമുക്ക് പലപ്പോഴും നമുക്ക് സാധിക്കും, നമുക്ക് ഒപ്പമാണെന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒക്കെയാണ്, പക്ഷെ നമ്മേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള രീതിയിൽ അവരെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. റൈറ്റ്?
വെരി പ്രാക്ടിക്കൽ. I'm telling from my perspective. അല്ലേ? പിന്നീട് നമ്മളത് കാണുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള അനന്യാസിന്റെ മറ്റൊരു ക്യാരക്ടർ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ പഠിക്കുവാനായിട്ട് പോകുകയാണ്. പക്ഷെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി കാലത്ത് ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, he was a man of testimony. 2, he was a man of absolute trust. ദൈവത്തെ വിശ്വസിക്കുന്ന, അതുകൊണ്ടാണ് തനിക്ക് ഒബേ ചെയ്യുവാനായിട്ട് പറ്റിയത്. ചോദ്യം ചെയ്യാതെ താൻ ഒബേ ചെയ്യുവാനായിട്ട്. മൂന്നാമതായിട്ട് കണ്ടത്, he is a noble man. He addressed Saul respectfully. അതിൽ ആ ഒരു അഡ്രസ്സിൽ തന്നെ അവൻ ഇൻക്ലൂസീവ് ആയിട്ടുള്ള, അവൻ ഇൻക്ലൂഡ് ചെയ്യുവാനായിട്ടുള്ള, ബിലോങ്ങിങ്നെസ്സിനുള്ള ഒരുപാട് മെസ്സേജ് അതിലൂടെ വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ശൗലിന്റെ ഹൃദയം തണുത്തു. No wonder Saul was reminded of his character later. അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ തന്റെ രക്ഷയുടെ അനുഭവ സാക്ഷ്യം താൻ പറയുമ്പോൾ അനന്യാസിനെ കുറിച്ച് പറയുന്നത്, he was highly respected. He stood beside me and said, Brother Saul, receive your sight. സഹോദര, നമുക്ക് വലിയൊരു ആത്മപാഠമാണത്, വലിയൊരു പാഠമാണ്. ഈ ദിവസങ്ങളിൽ ഒന്നും സാധിച്ചില്ലെങ്കിലും can we pass a message of construction, a message of encouragement, a message of belongingness, a message of inclusiveness. Hallelujah. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അനേക ശൗലന്മാർ നമ്മിൽ നിന്നും അത് പ്രതീക്ഷിക്കുകയാണ്. നമ്മിൽ നിന്നത് പ്രതീക്ഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അനന്യാസിനെ പോലെ നല്ല സാക്ഷ്യമുള്ളവരായി, കർത്താവിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായി, എന്തും അനുസരിക്കുവാൻ തയ്യാറുള്ള, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുന്ന, നമ്മുടെ കൺവെർസേഷനിൽ, നമ്മുടെ ഇടപാടുകളിൽ എല്ലാം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു ഡിസൈപ്പിളായിട്ട്, കർത്താവിന്റെ ഒരു ഡിവോട്ടഡ് ശിഷ്യനായിട്ട്, അനേക ശൗലന്മാരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു പാത്രമായി ഈ ദിവസങ്ങളിൽ മാറുവാൻ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.